ഹലോ, വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മുടെ ഈസിയുടെ ബുക്ക് കോംബോയുടെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ടെക്നിക്കൽ എക്സാംസിനാണ് നമ്മൾ ബുക്ക് കോംബോ കൊണ്ടുവന്നിട്ടുള്ളത്. 8 ബുക്സ്. അതിൽ ഇതുവരെ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. നമ്മുടെ തിയറി വരുന്ന 3 ബുക്സ് 3 വോളിയമായിട്ട് നമ്മൾ ഫുൾ തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ 4 വോളിയമായിട്ട് നമ്മളെ MCQ ബുക്ക്, 4 വോളിയം MCQ ബുക്കും ഒരു PYQ ബുക്കും, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, PSCയുടെ മാത്രമല്ല മറ്റുള്ള എക്സാംസിന് RRB, ISRO എക്സാംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള PYQ ബുക്ക്. അങ്ങനെ 8 ബുക്സ് ആണ് നമ്മുടെ കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 മാസത്തോളമായി MCQ ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തു. ഒത്തിരി സ്റ്റുഡൻസ് ഇപ്പോൾ ബുക്സ് പർച്ചേസ് ചെയ്തു. അതിൻ്റെയൊക്കെ റിവ്യൂ നിങ്ങൾ ഗൂഗിൾ റിവ്യൂവിൽ നോക്കിയാലും ഒക്കെ നമ്മൾ വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ബുക്ക് വാങ്ങിച്ചവർക്കൊക്കെ അത് വെർത്തായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റിവ്യൂവിൽ ഒരു എക്സാമിന്, അത് PSC എക്സാം അല്ല, മറ്റൊരു എക്സാമിനാണ് ഈ ബുക്ക് നോക്കി പഠിച്ച് ആൾക്ക് അവിടെ ഒരു നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റി, ഒരു ജോബിലേക്ക് എത്താൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് PSC എക്സാമിന് മാത്രമല്ല, ടെക്നിക്കൽ എക്സാംസിന്, എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഡിപ്ലോമ ലെവൽ, ഡിഗ്രി ലെവൽ ഒക്കെ ക്വസ്റ്റ്യൻസ്, ഗേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വൈഡ് റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും മെസ്സേജാണ്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഈ പറഞ്ഞതുപോലെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ വീഡിയോ കാണാനൊക്കെ ടൈം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ബുക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് വെർത്താവും. നിങ്ങളൊരു കോഴ്സ് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ വീഡിയോസ് കാണാൻ സമയമില്ലാത്തവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഹാൻഡ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ തിയറി കിട്ടും. എത്ര ബ്രേക്ക് വന്നവരാണെങ്കിലും, റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റിവ്യൂവിൽ അത് ഉണ്ടായിരുന്നു. അതായത് ഒത്തിരി ബ്രേക്ക് വന്നിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അവർക്ക് പഴയ സബ്ജക്ട്സ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഒക്കെ ബുക്കുകൾ വീണ്ടും കണ്ടുപിടിച്ച് അതിന്ന് വായിച്ചെടുത്ത് പഠിക്കുക എന്ന് പറയുന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറ്റിയിട്ട് നല്ല ബ്രീഫായിട്ട് നമ്മൾ കണ്ടന്റുകളെല്ലാം ഉൾക്കൊള്ളിച്ച ഹാൻഡ് ബുക്ക് വരുന്നത്. അപ്പോൾ എത്ര ബ്രേക്ക് വന്നവർക്കാണെങ്കിലും ആ ഹാൻഡ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിലേക്ക് വരാൻ പറ്റും. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള വൈഡ് റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് എടുക്കുന്നത് പോലെ അതിൽ നമ്മൾ വീഡിയോസും MCQസും ഒക്കെ കണ്ട് പഠിക്കുന്ന ആ ഒരു ഇതിൽ വീഡിയോസ് കണ്ട് പഠിക്കുന്നത് വേറൊരു ഫീലാണ്. ഞാൻ വീഡിയോസ് കാണേണ്ടതെന്നല്ല പറഞ്ഞത്, പക്ഷേ വീഡിയോസ് കാണാൻ സമയമില്ലാത്തവർക്ക് അതിന് ഈക്വലൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഈ ബുക്ക് കോംബോ വളരെയധികം ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇനി അങ്ങോട്ട് RRB, JEE-CBT 2 എക്സാം വരുന്നുണ്ട്. അതേപോലെ പോളി ലെക്ചർ എക്സാം വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം വരുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ BTech കഴിഞ്ഞവർക്ക് ഏതെങ്കിലും കോർ കമ്പനീസിലേക്കൊക്കെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എക്സാമുകൾ ഉണ്ടാവും. അത് കൂടാതെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ടീച്ചിങ് ജോബിന് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ തന്നെ പലരും എക്സാംസ് കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ അവിടെ അത് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ടെക്നിക്കൽ എക്സാംസോ അല്ലെങ്കിൽ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടൊരു ജോബിലേക്കൊക്കെ പോകുമ്പോൾ ഈ സബ്ജക്ട് നോളേജ് ആവശ്യമായിട്ട് വരും. ചില വൈവ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അവിടെ യൂസ്ഫുൾ ആവും. ഇനി BTechന് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ ഈ പറഞ്ഞ പോലെ ഒരു അഡീഷണൽ ഒരു നോളേജിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ബുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ ബുക്ക് കോംബോ വെർത്തായിരിക്കും. അപ്പോൾ ഈ ബുക്കിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ കണക്ട് ചെയ്യുക. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഹോം ഡെലിവറിയാണ്, വീട്ടിൽ ബുക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈസിയുടെ ബുക്കിൻ്റെ ഒക്കെ താഴെ നമുക്ക് നിരന്തരം വരുന്ന ചോദ്യമാണ് ഇലക്ട്രിക്കലുകാർക്കുള്ള ബുക്ക് എപ്പോഴാണ് റെഡി ആവുക എന്നുള്ളത്. അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും April 1st വീക്ക് നമ്മളത് പബ്ലിഷ് ചെയ്യും. നമ്മൾ ഈ സമയം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബുക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ ചോദ്യങ്ങളും നമ്മൾ വായിച്ച് അതിലെ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട്, MCQs വാങ്ങിച്ചവർക്കറിയാം ആ ചോദ്യങ്ങളുടെ ആൻസറിന്റെ താഴെ അതിന്റെ എക്സ്പ്ലനേഷനും അഡീഷണൽ ആയിട്ടുള്ള കണ്ടന്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതിലൊക്കെ അഡീഷണൽ കണ്ടന്റും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ബുക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഇത്രയും ടൈം എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇലക്ട്രിക്കലിന്റെ ബുക്ക് നമ്മൾ കുറച്ച് ടൈം എടുക്കുന്നത്. 1 മാസമായിട്ട് നമുക്ക് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക്കലിന്റെ ബുക്ക് വേണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അത് റെഡിയാക്കും. അതിന്റെ MCQ ബുക്സ് വോളിയം ഇതേപോലെ 5 ബുക്ക് ആക്കിയിട്ടുള്ള വോളിയം PYQസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് April 1st വീക്ക് തന്നെ നമ്മളത് പബ്ലിഷ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതും അധികം വൈകാതെ അതിന്റെ അപ്ഡേറ്റ്സ് തരാം. അപ്പോൾ ഇനിയും ബുക്സ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഴയ ഒരു ബ്ലൂ കളറിലുള്ള ബുക്കായിരുന്നു.
ആ ബുക്ക് നമ്മൾ മാറ്റി ഇപ്പോൾ 2025 ന്യൂ എഡിഷനിൽ വന്നതാണ് പുതിയ ബുക്സ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് നമ്മൾ ബുക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.